ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ? ബിടെക്, ഡിപ്ലോമ, ഐടി ഏതും ആകട്ടെ, നിങ്ങൾക്ക് കോർ ഫീൽഡിൽ തന്നെ ഒരു ജോബ് താല്പര്യമുണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞ ഒരു ഇനിഷ്യലി ചൂസ് ചെയ്യാത്തൊരു ഫീൽഡാണ് MEP ഫീൽഡ് എന്ന് പറയുന്നത്. കോഴ്സ് കഴിഞ്ഞിട്ട് 2-3 ഇയർ ഒക്കെ പല മേഖലകളിലും പോകും. ലാസ്റ്റ് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ടൈമിൽ വരുമ്പോൾ അവര് അവരുടെ ഇപ്പോൾ ഗൾഫിലൊക്കെ പോകാനായിരിക്കും ഫസ്റ്റ് നോക്കുക. സോ ആ സമയത്ത് അവരുടെ റിലേറ്റീവ്സ് കസിൻസിനോടൊക്കെ നോക്കുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് MEP കോഴ്സ്. നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതൊക്കെ ഏറ്റവും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് MEP എന്ന് പറയുന്നത്. ഇനി പലരുടെ തെറ്റിദ്ധാരണയാണ് MEP എന്ന് പറഞ്ഞ ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റ് ആണ് ഈ കാണുന്നത്. ഈ ചില്ലർ പ്ലാന്റിന്റെ ഒക്കെ ഇൻസ്റ്റലേഷൻ ആണ്. നമുക്ക് സൈറ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ മാനേജർ, പ്രോജക്ട് മാനേജർ, QA/QC എഞ്ചിനീയർ, ജോബ് പൊസിഷൻസ് നമുക്ക് MEP വരുന്നത്. അപ്പൊ ഇത് വർക്ക് തീർന്ന ഒരു പ്രൊജക്ട് ആണ്. സോ ഇവിടെ മാനേജർ മുതൽ എഞ്ചിനീയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് MEP പോലെയുള്ള ബീം കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറി പാക്കേജ് ആണ്. നാട്ടിൽ കൂളിംഗ് ടവറുകളും ചില്ലർ പ്ലാന്റുകളും ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളാണ് ഞങ്ങൾ സൈറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ജോബ് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും. ഗൾഫിലേക്ക് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡ്രോയിങ്സുകളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ചില്ലർ സ്കീം, പൈപ്പിംഗ് ലേഔട്ട്, ഡെക്ടിംഗ് ലേഔട്ട്, HVAC സോഫ്റ്റ്വെയർസ്, ഹാപ്പ്, ബീറ്റ, ഡെക്സൈസർ, പൈപ്പ് സൈസർ, രാഷ്ട്ര ഡെറ്റ് ഡാറ്റാബേസ്. ഇന്ത്യ, ഗൾഫ് കൺട്രീസ്, UK, ഓസ്ട്രേലിയ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം MEPക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള HVAC ലാബാണ് MTTCയിൽ ഉള്ളത്.